ഈ ഒരു കറീനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരാളെടുത്തൊരു താങ്ക്സ് പറയാനുണ്ട്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാട്ടോ. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. അടിപൊളി കറിയായിരുന്നേ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ള കടലേൻ്റെ അകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഗരം മസാലയും കുരുമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് വേറൊരു പാത്രത്തിൻ്റെ അകത്ത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് മൊരിഞ്ഞു പോവാതെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഈ കറി.